എല്ലാവർക്കും സുഖമാണോ? ഇന്ന് മഴ തോർന്നിട്ടേ ഇല്ല, എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. കൂരി ഇരുട്ടായിട്ട് നല്ല മഴയല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഇന്ന് ഞാൻ കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ കടലക്കറിക്ക് ഞാൻ ഒരു ഗ്ലാസ് കടല കുതിർത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കടല വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കടല നന്നായി ഇതുകൊണ്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി കടല നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വരണം. ഇത് വാടാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം നമുക്ക് ഇളക്കി വഴറ്റി വരണം. അപ്പം നമ്മൾ സവാള നന്നായി ഒരു ഇളം ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള ഇളം ബ്രൗൺ നിറം വരെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായി 1 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരട്ടെ. പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. തീ കുറച്ചിട്ടാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അത് ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായി കടല മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രുചികരമായ കടലക്കറി റെഡി ആയിട്ട് കിട്ടും നമുക്ക്. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് വരട്ടെ. കടലയും ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് സെറ്റായി വരാം. അപ്പോൾ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് നേരം നമ്മൾ ഇത് വെട്ടി തിളപ്പിച്ചു. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കി കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. നല്ല കടലക്കറി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെയും അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കറി, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. കണ്ട കടലക്കറി ഞാൻ കറുത്ത കടല കൊണ്ടാണ് വെച്ചത്, ചെറിയ കറുത്ത കടല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.